നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വയനാട്ടിലേക്കാണ് ഇത്തവണത്തെ യാത്ര കേട്ടോ. അത് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ തിരുനെല്ലിയിലേക്കാണ് ഇന്നത്തെ ഈ ഒരു യാത്ര. ഇപ്പോൾ സമയം 4 മണിയായി. എല്ലാവരും റെഡിയായി. പുട്ടിയിലടിച്ച് ഇറങ്ങിയാ പുട്ടിയിട്ട് ഇറങ്ങിയതാ. കണ്ടറിഞ്ഞൂടെ? അവള് പുട്ടിയൊന്നും ഇടാറൊന്നുമില്ല. എന്തായാലും നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങും. അപ്പോൾ നമ്മളിതാ യാത്ര പുറപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 4:15 കേട്ടോ. പുറപ്പെട്ടിരിക്കുകയാണ്. ഈ റോഡ് നമ്മളെ വടകര അടക്കാത്തെരുവ് എന്ന് തുടങ്ങുന്ന റോഡാണ് കേട്ടോ. ഇങ്ങോളം വരുന്നുണ്ട്. അവിടുന്ന് ഇവിടം വരെ റോഡിൻ്റെ അവസ്ഥ തന്നെയാണ്. തുള്ളി തുള്ളി തുള്ളി. നമ്മളങ്ങനെ തൊട്ടിൽപ്പാലം എത്തിട്ടോ. തൊട്ടിൽപ്പാലം ടൗൺ. ഇവിടെ നിന്നാണ് വടകരക്കും അതുപോലെ തന്നെ തലശ്ശേരിക്കെല്ലാം ബസ്സുള്ളത്. എത്ര ബസ്സാ നോക്കിയാ ട്രിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. നേരെ പോകുന്നതിന് പക്രംതളം ചുരം കയറി വെള്ളമുണ്ട, നിലവിൽ പുഴ, നേരെ മാനന്തവാടി, പനമരം, ഇതിലെല്ലാം പോകും. നിലവിൽ പുഴ, തെരുവ.
ചുരത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇതാണ് കേട്ടോ. ഇവിടെയാണ് ചുരത്തിൻ്റെ വ്യൂ പോയിന്റിലും വരുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. എല്ലാം മൊത്തം ഇരുട്ടാണ്. വെൽക്കം ടു വയനാട്. അങ്ങനെ വയനാട് ജില്ലയിലേക്ക് എത്തിട്ടോ. മാനന്തവാടി പക്രന്തളം റോഡ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ നമ്മൾ വയനാട് ജില്ലയ്ക്ക് കയറി. മൈസൂർ, മാനന്തവാടി, ബാണാസുര ഡാം ഇതെല്ലാം സ്ട്രൈറ്റ് തന്നെ. ഈ ഒരു ചുരത്തിലെല്ലാം നമുക്ക് ഡ്രൈവ് ചെയ്യാനെല്ലാം സുഖമാണ്. ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. റോഡ് അബദ്ധമാണെന്ന് മാത്രം. ഈ റൂട്ടിൽ അധികം ബസ്സുകളൊന്നുമില്ല, കുറവാണ്. താമരശ്ശേരി ചുരം പോലെ അത്ര ഫുൾ റഷ് ആയിട്ടുള്ളൊരു ഹെയർ പിൻ ബെൻഡൊന്നല്ല. അത്രയും ട്രാഫിക്കും കുറവായിരിക്കും ഈ ഒരു ഹെയർ പിൻ ബെൻഡിൽ. മാനന്തവാടി ടൗൺ എത്തിയിട്ടോ. മാനന്തവാടി കാട്ടിക്കുളം ടൗൺ എത്തിയിട്ടോ. കാട്ടിക്കുളം കാട്ടിക്കുളത്ത് നമുക്ക് ഇടത്തോട്ടേക്കാണ് കട്ട് ചെയ്യേണ്ടത്. തിരുനെല്ലി അവിടെ ഫോറസ്റ്റ് ഇപ്പോൾ കാട്ടിക്കുളത്ത് തിരുനെല്ലിക്ക് 2 റൂട്ട് കേട്ടോ. അപ്പം ഇത് വേറൊരു റൂട്ടാണ്. ഇതിപ്പം എവിടെ പോയി മുട്ടുന്നൊന്നും അറിഞ്ഞൂടാ. ചോദിച്ചില്ല.
കാട്ടിക്കുളത്തുനിന്ന് തിരുനെല്ലിയിലേക്കുള്ള റോഡിൽ മുട്ടിട്ടോ. ഇനി നമ്മൾക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. ഇതിലെ പോയാൽ നേരെ കാട്ടിക്കുളം മാനന്തവാടി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടത്. എവിടെയാണ് എന്താണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞെല്ലാം വന്നപ്പോൾ ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം മഴയൊക്കെ കിട്ടിയ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപ്പുണ്ട്. സൈഡിൽ തന്നെ അവിടെ തന്നെയാണ് കണ്ടത്. നിന്ന് കൊടുക്കുകയും ചെയ്യും. എനിക്ക് അതല്ല മാനം മോശം ഉൾപ്പെടാൻ ഒന്നും പേടിക്കണ്ട. ആനയിലുണ്ടെങ്കിലും നമ്മളൊന്നും ചെയ്യണ്ട. അത് ചെയ്തിട്ട് പോയി. ആനേന്റെ കാര്യം പറഞ്ഞോളൂ. ആന വണ്ടി പോലെ എന്തെങ്കിലും ഒരു സൈറ്റിങ്സ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ സൈറ്റിങ്സ് ഇല്ലല്ലോടോ. ആനൊന്നും ഇല്ലേ? പോയോ? നാട് പോയാ? നല്ലൊരു ആനപ്പിണ്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയൂട്ടോ. കാറ് റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ ആനപ്പിണ്ട്. നമുക്കിവിടെ ആനേനെ കാണാട്ടാ. കാണൂലേടോ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്ന നമുക്ക് തുമ്പിക്കയെല്ലാം വീശിയെടുത്ത് കാണിക്കുന്നുണ്ട്. ആ കാടിന്റെ ഉള്ളിലാണ് കേട്ടാ. എന്റെ മോനെ ആ നേരെ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ലേ. അങ്ങനെ നോക്കണേ അല്ലേ? ഇവിടെ ഇങ്ങ് നോക്കി എല്ലാരും ഇങ്ങ് നോക്കിട്ട് അങ്ങനെ കാടിന്റെ ഉള്ളിലാണ് കേട്ടാ. എന്റെ മോനെ ഇപ്പൊ കേറിപ്പോയതാട്ടാ. ഇപ്പൊ കേറിപ്പോയട്ടോ. നല്ല എന്താ പറയാ, നമ്മള് വിചാരിക്കാത്ത രീതിയിലാണ് ആനേനെ കണ്ടേ. ആ താഴത്തും കാണാട്ടോ നമുക്ക്. മുമ്പോട്ടേക്ക് ആ കാടിന്റെ ഉള്ളിലുണ്ട്. ആ കാടെല്ലാം ഇളകുന്നുണ്ട്. താഴത്തും കരുന്നാ കാട്ടാ. ഇനി പറഞ്ഞില്ലല്ലോ. എന്റെ മോനെ കിട്ടില്ലേ? കിട്ടില്ല സൈറ്റിങ്ങാ കിട്ടിയ. പക്ഷെ കാടിന്റെ ഉള്ളിലായി പോയേ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? കിട്ടില്ല സൈറ്റിങ് ആട്ടാ കിട്ടിയേ. അത് കറക്റ്റ് ആട്ടാ പറഞ്ഞത്. കിട്ടില്ല സൈറ്റിങ് ആയിപ്പോ. നമ്മള് പ്രതീക്ഷിക്കില്ല. ആനയെല്ലാം കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കില്ല. നമ്മള് വിചാരിക്കാത്ത സൈറ്റിങ്ങാ കിട്ടിയട്ടോ. സാധാരണ മാനൊക്കെയാണ് കാണല്. അവിടെ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. ഇപ്പൊ കണ്ട പോലത്തിന്റെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തിരുനെല്ലി വന്നേരം ഒറ്റ മരം അങ്ങനെ തന്നെ മുറിച്ചിട്ട് അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ മരം എല്ലാം ക്ലിയർ ആക്കിയിട്ട് പോകുമ്പോൾ നമ്മള്
അതങ്ങനെ കയറി പോകുന്ന കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പവും കണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ തവണ അവിടെ തിരുനെല്ലി വന്നിട്ട് ആനേനെ കാണുന്നത് കേട്ടോ. സാധാരണ മാന് അതുപോലെ തന്നെ കാട്ടി ഇതെല്ലാം കാണല്. കാട്ടിച്ച കാട്ടുപോത്ത്. ഇവിടെ ഉണ്ട് കേട്ടോ, നല്ല ഫ്രഷ് ആനപ്പുണ്ടം കാണാം ഇവിടുന്ന്. കാട് പിടിച്ചോ അതോ റോട്ടിൽ കൂടി നടക്കുന്നുണ്ടോ ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ നമ്മള് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കിടിലൻ 2 ആനേന്റെ സൈറ്റിംഗ് എല്ലാം കിട്ടിയിട്ടാണ് നമ്മള് ഇവിടെ വരുന്നത്. അങ്ങനെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് എത്തി. തലശ്ശേരി തലശ്ശേരി ദിവസമുണ്ട് ഇങ്ങോട്ടേക്ക്. തലശ്ശേരി മാനന്തവാടി കൂത്തുപറമ്പ് വഴി വരുന്ന വണ്ടി കേട്ടോ. ഇവിടെ ഉത്സവമാണ് കേട്ടോ. ഇപ്പോൾ 14-ാം തീയതി വരെ ഇവിടെ ഉത്സവമാണ് തിരുനെല്ലിയിൽ. പക്ഷെ അതിൻ്റെതായ തിരക്കൊന്നും കാണുന്നില്ലല്ലോ. കഴിഞ്ഞോളം നല്ല തിരക്കുണ്ട്. അത് നമ്മളെ പത്തനംതിട്ട തിരുനെല്ലി സൂപ്പർ ഫാസ്റ്റ്. മുമ്പ് അത് ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു, അത് സൂപ്പർ ഫാസ്റ്റ് ആയി. കഴിഞ്ഞ കൊല്ലത്ത് അത്ര തിരക്ക് നമുക്ക് ഇവിടെ ഇപ്പം കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഈ പാർക്കിംഗ് എല്ലാം ഫുള്ളായിരുന്നു. ഇത്തവണ അത്ര തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മള് തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോവാണ്. ഈ വഴി നമ്മൾ കയറി വന്നത്. ഇവിടെ സപ്താഹം വായന നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നയന്ത പരിഗണ്യക അപകട അർജുന ഗണ്ഡി മേഘാലയ ആമാസിമ ക്ഷുദ്രമർഗാനിവ അപ്പൊ ഇവിടെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നവീകരണം നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. നവീകരണം നടക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല മലനിരകളാണ്. ഈ ഒരു തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകൾക്ക് ഇടയിലാണ് കേട്ടോ. ചുറ്റിലും ഇതേപോലെ തന്നെ ബ്രഹ്മഗിരി മലനിരകളാണ്. ഈ ബ്രഹ്മഗിരി മലനിരകളിലാണ് നമ്മളെ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മളെ ഫോറസ്റ്റിൻ്റെ ഒരു ട്രക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നമ്മൾ പാപനാശിനിയിലേക്ക് പോവാണേ. നല്ലൊരു
എന്താ പറയുക, മഴ മൂടലൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാണ്. അല്ലെങ്കിൽ തുടയ്ക്കാനല്ലോ മതിയാ. നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഈ സൈഡിലൊരു തീർത്ഥക്കുളം കാണാൻ കഴിയും കേട്ടോ. ഇത് പഞ്ചതീർത്ഥം എന്നാണ് പറയുക ഇതിന്. ഇതിപ്പോൾ മുഴുവൻ പായൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങ് ദൂരെ ഒരു താമരപ്പൂ പോലൊന്ന് നമുക്ക് കാണാൻ കഴിയാം. ഇതവിടെ പഞ്ചതീർത്ഥത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം. ഇപ്പോൾ വഴിയെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഈ വഴിയിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നല്ല കല്ലൊക്കെ വിരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പണ്ടല്ലേ ഈ ഭാഗത്ത് ഉരുളാൻ കല്ലുകളേനു. ഇപ്പം നമ്മൾ പാപനാശിൻ്റെ അടുത്തെത്തി. ഇനി ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കലോ ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ അല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോകുന്ന വഴിക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പാപനാശിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് പോകണേ. ഇവിടെയൊക്കെ മുമ്പ് ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുരങ്ങന്മാരും ഇല്ല. ഇനി നമുക്ക് ഈ തിരുനെല്ലി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഞാൻ 5 കൊല്ലം മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി പറയുന്നു എന്ന് മാത്രം. കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകളാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം അഥവാ ബ്രഹ്മഗിരി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു.
ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവൻ്റെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം. 30 കരിങ്കൽ തൂണുകളിലായി താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ്. പുത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു. പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായി വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം. വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയും ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ടൊരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. ഇത് ഈ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ശിവക്ഷേത്രം ഉണ്ട്. പോയിട്ട് അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ പേര് ഗുണ്ടിക ശിവക്ഷേത്രം എന്നാണ്. ഇതൊരു ഗുഹേൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പം ഈ പാവനാശിനിയിൽ പോയിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ കയറി തൊഴുതിട്ട് വേണം നേരെ തിരുനെല്ലിയപ്പനെ തൊഴാൻ വേണ്ടിയിട്ട്. ഇതൊരു ഗുഹേൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെയായിരുന്നു പണ്ട് നമ്മളെ പാപനാശിനിയിലേക്കുള്ള വഴി. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കല്ലൊക്കെ പതിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം മാത്രമേ ഇതുപോലെ കല്ലിൻ്റെ മേലെ കൂടി നമുക്ക് നടക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്ഷേത്രം വരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നേരെ നമ്മളിനി അമ്പലത്തിലേക്ക് നടക്കുകയാണ്. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ച് നടക്കേണ്ടതും. ഈ ഒരു ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്ക് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നടക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും നേരെ അമ്പലത്തിൽ കയറി ദർശനം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്കൊക്കെ ഇറങ്ങി. അന്ന് ഈ ഭാഗത്ത് നിന്ന് മരം പ്രശ്നമില്ലാത്ത സെക്കൻഡ് പോണോ. അന്ന് ഞാൻ +2 പഠിക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നായിരുന്നു ആന മരം തള്ളിയിട്ടത്. നല്ല ലാൻഡ്സ്കേപ്പാണ്, കൃഷിപ്പാടങ്ങളാണ് ഇവിടെയൊക്കെ. അതാ പശുമ്പ പശുമ്പ. ആനയല്ല നമ്മളെ കാണുന്നുണ്ടാവും വണ്ടി പോലെ. അപ്പോൾ നമ്മളതാ ഒരു ജംഗ്ഷനിലെത്തിട്ടാ.
ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട് കേട്ടോ, ഈ കാട്ടിൻ്റെ ഉള്ളിലായിട്ട്. ജംഗിൾ വ്യൂ ഉണ്ണിയപ്പക്കട. അപ്പോൾ അതായത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ. ജംഗിൾ വ്യൂ എന്നാണ് ഈ കടേൻ്റെ പേര്. അപ്പോൾ ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് കാട്ടിക്കുളത്തുനിന്ന് തിരുനെല്ലിക്ക് പോകുന്ന വഴി നമ്മുടെ തോൽപ്പെട്ടിയിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ വരും. അതായത് ഇതിലെയാണ് കാട്ടിക്കുളത്തുനിന്ന് തിരുനെല്ലിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ റോഡ് നേരെ തോൽപ്പെട്ടി ഭാഗത്തേക്ക് പോകും. അതുപോലെ ഈ ബസ് വന്ന വഴിയാണ് തിരുനെല്ലിക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ജംഗിൾ വ്യൂ. ചെറിയ പൈസക്ക് നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം, അതുപോലെ തന്നെ ഇഡ്ഡലി, അങ്ങനത്തെ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഈ ഒരു തോൽപ്പെട്ടിയിലേക്ക് പോകുന്ന ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു കട വരുന്നത്. അപ്പോൾ തിരുനെല്ലിയിലേക്കൊക്കെ വരുന്ന ആൾക്കാർ ഈ ഒരു ലൊക്കേഷൻ നോക്കി വെക്കുക. കാട്ടിക്കുളത്ത് നിന്ന് വരുമ്പോൾ തോൽപ്പെട്ടിക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷനിലായിട്ടാണ് വരുന്നത് കേട്ടോ. തോൽപ്പെട്ടിക്കും തിരുനെല്ലിക്കും പോകുന്ന ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു കട വരുന്നത്. അതും കാടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ഇന്നിപ്പം അത്ര തിരക്കൊന്നും കാണാനില്ല. സാധാരണ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റു വീഡിയോ വരാം. അതുവരേക്കും